ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദൈവസങ്കല്പമാണ് ശ്രീരാമനെങ്കിലും ദാർശനികപരമായിട്ട്, സാഹിത്യപരമായിട്ട്, സാംസ്കാരികപരമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഇതിഹാസങ്ങളിൽ ഒന്നായിട്ടാണ് രാമായണത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തും സ്കോളേഴ്സായിട്ടുള്ള പലരും രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന മതത്തിനതീതമായിട്ട് രാമായണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ധാർമ്മികത, യുക്തി, മനുഷ്യ സ്വഭാവം, ഇതിനെ പറ്റിയിട്ടൊക്കെ കുറേയധികം സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീരാമൻ്റെ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം ഇന്ന് കർക്കിടകം 1 രാമായണ മാസം ആരംഭമാണ്. അപ്പം നമ്മളിത് സംസാരിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അയോധ്യയിൽ രാമന് ലഭിച്ചിരിക്കുന്ന സംഭാവന, കൊള്ളയടിച്ച കുറേ അതെ ഒരുപക്ഷെ രാമൻ്റെ വിഗ്രഹം പോലും ഒറിജിനൽ ആണോ എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ജയ് ശ്രീരാം വിളിക്കുന്ന ജയ് ശ്രീറാം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളുകൾ തന്നെ കൊള്ളക്കാരായി മാറുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? രാമൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രാധാന്യം രാഷ്ട്രീയത്തിൽ എന്താണ്? മറ്റ് ദൈവങ്ങളിൽ നിന്നും വ്യത്യാസമായി, ദൈവസങ്കല്പങ്ങളിലും വ്യത്യാസമായി. ഇപ്പം മുഹമ്മദ് നബി, യേശുക്രിസ്തു, അങ്ങനെ മറ്റു മതങ്ങളിലെ പറയാം, ഹിന്ദു മതത്തിലെ തന്നെ പറയാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മനുഷ്യ ജീവിതം എങ്ങനെയായിരിക്കണം, മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആത്മീയമായിട്ടുള്ള പറഞ്ഞ് ഭൗതികമായ സാഹചര്യത്തിലും ചുറ്റുപാടുകളിലും എങ്ങനെ ജീവിക്കണം എന്നുകൂടി പറഞ്ഞു തന്നയാളാണ് ശ്രീരാമൻ. ശ്രീരാമൻ അത് പറഞ്ഞുതരാൻ ഉപയോഗിച്ച് രാമായണം അതിൻ്റെ പ്രസിദ്ധീകരണം നൽകിയ ഒരു പുരാണ ഗ്രന്ഥമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഇനി തർക്കം, അത് അധികാര തർക്കം ലോകം ഉണ്ടായ കാലം തൊട്ട് ഇന്നും ഉണ്ട്, നാളെ ഉണ്ടാകും. ഈ അധികാര തർക്കത്തിൻ്റെ ഫലങ്ങൾ ലോകം പലതരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യത്തിൽ ഇപ്പം ഇസ്രായേലും അവിടെ നടക്കുന്ന യുദ്ധം, ഇറാനും തമ്മിലുള്ള യുദ്ധം, ഇതെല്ലാം ഇങ്ങനത്തെ പല പാരമ്പര്യങ്ങളുടെയും പല വിശ്വാസ പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലുണ്ടാകും. പക്ഷേ ഇവിടെ രാമൻ്റെ കാര്യത്തിൽ ഒരു സിംബോളിക്കായിട്ടൊരു ഗസ്റ്റർ കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തി സ്ത്രീപീഡനം എന്ന വലിയൊരു വിഷയമാണ്. സ്ത്രീപീഡനം എന്ന് പറഞ്ഞ കാര്യം ഇന്നത്തെ സമൂഹത്തിലെ വലിയ തിന്മയായിട്ട് മാറി. മറ്റെന്തിനേക്കാളും വലുത് മയക്കുമരുന്ന് കൊടുത്തു, അല്ലാതെയും മയക്കുമരുന്ന് കൊണ്ടുവരാനും സ്വർണം കള്ളക്കടത്ത് നടത്താനും എല്ലാം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നൊരു സംവിധാനം വന്നപ്പം അവിടെ ശ്രീരാമൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ്റെ കഥ നമ്മോട് പറയാം. സീതയുടെ അനുഭവം, അല്ലെ സീതയെ രക്ഷിക്കാൻ വേണ്ടി രാമൻ തയ്യാറാകും, അവിടെ ഒരു സ്ത്രീയെ രക്ഷിക്കാനാണ് തയ്യാറായത്. തന്നേക്കാൾ ശക്തനായ അല്ലെ രാവണൻ തട്ടിക്കൊണ്ടുപോയ രാവണൻ്റെ കസ്റ്റഡിയിൽ നിന്നും രാമൻ്റെ കയ്യിൽ നിന്നും ആ സീതയെ രക്ഷിക്കുന്ന ശ്രീരാമനെ കാണിക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. ശ്രീരാമൻ വിചാരിച്ചിരുന്നെങ്കിൽ യുദ്ധത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വേണം കൊണ്ടുവരാം. പക്ഷേ രാവണനെ നശിപ്പിച്ച് മുച്ചൂടും മുടിച്ച് ആണ് ലങ്കാദഹനം നടത്തിയിട്ടാണ് ആരെ കൊണ്ടുവരുന്നത്? സീതയെ മോചിപ്പിക്കുന്നത്. അതിനുപയോഗിച്ച മാർഗങ്ങൾ എല്ലാ വിഭാഗങ്ങളുണ്ട്. സ്വന്തം സഹോദരങ്ങൾ, ലക്ഷ്മണൻ കൂടി ഉണ്ടായിരുന്നു, ഹനുമാൻ കൂടി ഉണ്ടായിരുന്നു, ഇല്ലേ, വാനരസേന കൂടി ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെ നമ്മുടെ രാജ്യത്തെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആയുധ സാമഗ്രികളും സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. ചാരന്മാരായിട്ട് ഉപയോഗിച്ചു, ഇല്ലേ, ചാരന്മാരെ ഉപയോഗിച്ചു. രാവണൻ എവിടെയാണ് താമസിക്കുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് ഹനുമാൻ പോയി പറഞ്ഞിട്ട് വന്നു. ആ ചുറ്റുവട്ടത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനി ഞാൻ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് രാമൻ നൽകിയ രാഷ്ട്രീയ കാഴ്ചപ്പാട്, രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ രാഷ്ട്രസങ്കല്പത്തെ, രാമൻ്റെ രാഷ്ട്രസങ്കല്പത്തെ, രാമരാജ്യം എന്ന് പറഞ്ഞാൽ പലരും ഉപയോഗിക്കുന്നുണ്ട്, ഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രാമരാജ്യം എന്നുള്ള സങ്കല്പത്തെ തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ളതായിട്ട് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ കൂടി വരിക. അതുമാത്രമല്ല, അതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ നേട്ടം, സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള മാർഗവും ആര് നോക്കുന്നു? ഈ വിഭാഗം നോക്കുന്നു. പക്ഷേ അവിടെ ശ്രീരാമൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, കൊട്ടാരം ഉപേക്ഷിച്ച് പോകുമ്പോൾ ഭരതന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഒന്നുപോലും പാലിക്കാൻ, ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച ആ നിർദ്ദേശങ്ങൾ ഒന്നുപോലും പാലിക്കാൻ ആർക്ക് പറ്റുന്നില്ല? നമുക്ക് പറ്റുന്നില്ല. നമ്മൾ രാമനെ വെറും കേവല പ്രതിമയായിട്ട്, സജീവ ചൈതന്യമായിട്ട് കാണുന്നതിന് പകരം കേവല പ്രതിമയായിട്ട് അവിടെ
ആടയാഭരണങ്ങളൊക്കെ അണിയിച്ച് അലങ്കരിക്കാനായിട്ട് എഴുന്നള്ളത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന വിഗ്രഹത്തെ പോലെ രാമനെ കൊണ്ടു നടന്ന് മറ്റുള്ളവരെ ആകർഷിച്ച് നമ്മളിലേക്ക് ആകർഷിക്കാനാവും മറ്റുള്ളവരെ. അതാണ് രാഷ്ട്രീയം. ഇവിടെ മോഡി അത് സമർത്ഥമായിട്ട് ചെയ്തു. രാമൻ്റെ വിഗ്രഹ പുനഃപ്രതിഷ്ഠ മോഡി നടത്തി. അപ്പോൾ ആരെങ്കിലും ഒരു സ്വല്പമെങ്കിലും ദൈവസ്നേഹം അല്ലെ രാമസ്നേഹം രാമഭക്തരായിട്ട് ആലോചിക്കണ്ടേ ഇദ്ദേഹത്തിന് എന്താ കാര്യം ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്താൻ? ആലോചിക്കണം നമ്മൾ. കാര്യം പൈസ മുടക്കിയായിരിക്കും ഡയറക്ഷൻ. പക്ഷേ അവിടെ എൻ്റെ അഭിപ്രായത്തിൽ രാമസങ്കല്പത്തെ അതിമനോഹരമായിട്ട് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതിനത്രമാത്രം നല്ല ഭരണത്തിന് അതിനത്രമാത്രം മിടുക്ക് വേണം. അത് പക്ഷേ BJPക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അവർ വെറുതെ നടിക്കുകയാണ്. നമ്മൾ വെറുതെ ഉഡായിപ്പ് രാമഭക്തർ എന്ന് നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ പുറമേ മാത്രം രാമഭക്തിയുള്ള ആളുകൾ അല്ലെങ്കിൽ രാമൻ്റെ ആരാധകരെന്ന് പറയട്ടോ. ഇതിൻ്റെ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ വിശുദ്ധിയൊന്നും ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഉപരിപ്ലവമായിട്ട് മാത്രം രാമനെ മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് നേതൃത്വം, അതാണ് യഥാർത്ഥത്തിൽ BJP നേതൃത്വം അല്ലേ? കാരണം അവർക്ക് അങ്ങനെ പറ്റിയതിൻ്റെ കാരണം ശ്രീരാമൻ എന്തിനാണ് അധികാരം കൈകാളിയത്, അല്ലെ എന്താണ് അധികാരം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്? മറ്റുള്ളവർക്ക് വേണ്ടി അധികാരത്തെ ഉപയോഗിക്കുക, ജനസഭയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ സ്വന്തം കാര്യം നോക്കാൻ പറ്റിയല്ല. ഇവിടെ വന്നവർ രാമൻ്റെ പിൻഗാമികളായിട്ട് അല്ലെ രാമൻ്റെ പിന്തുടർച്ചക്കാരൻ, രാമനെ പറ്റി സംസാരിക്കാൻ അവകാശമുള്ളവരോ എന്ന് പറഞ്ഞ് വന്നവരെല്ലാം പക്ഷെ മറ്റാ ഉദ്ദേശം സ്വന്തം നന്മയാണ് ഉദ്ദേശിക്കുന്നത്, സ്വന്തം അധികാരമാണ് ഉദ്ദേശിക്കുന്നത്, തനിക്ക് മാത്രമായ സമ്പത്തെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് രാമൻ പറഞ്ഞ് കേൾക്കാൻ പറ്റിയല്ല, നേരെ ഓപ്പോസിറ്റ് ആവും. രാമൻ്റെ ജീവിത വീക്ഷണവും രാമൻ്റെ രാജ്യവീക്ഷണവും ഭരണവീക്ഷണവും അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങളെ ഇവർ ചെയ്യുന്നത്. അത് മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാമായണം ഇപ്പം ഇവിടെ ആരും രാമൻ്റെ ശക്തി അറിയണമെങ്കിൽ ഒരു ആരുമില്ലാതെ ദണ്ടും കൊണ്ട് നടന്ന് രാമായണം വായിക്കണം എന്ന് പറഞ്ഞ് നടക്കാതെ, അല്ല നീ എൻ്റെ വേദപാഠക്കാത്തിന് വരാത്ത എന്നൊന്നും ആരും ചോദിക്കുകയില്ല. ഇന്ന് തൊട്ട് എത്രയോ 1000 ലക്ഷങ്ങൾ വീടുകളിൽ സന്ധ്യാനേരത്ത് നിലവിളക്ക് കൊളുത്തി രാമായണം വായിക്കും. രാമൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റിലവൻസ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ സ്ഥിരമായിട്ട് വിമർശിക്കുന്നവരാണ്. ഇപ്പം CPM അങ്ങനെ ഒരു കുടുംബ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ രാമൻ കുടുംബത്തിനൊട്ടും പ്രാധാന്യം കൊടുക്കാത്ത ഒരാളായിരുന്നു. കുടുംബത്തെക്കാളും പ്രാധാന്യം രാജ്യത്തിന് കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് സംശയം തോന്നിയപ്പോൾ സീതയോട് പോലും പുറത്തേക്ക് പറഞ്ഞു വിട്ടെ. സംശയം, അതായത് എൻ്റെ രാജ്യത്തിലുള്ള ആളുകൾക്ക് സംശയമുണ്ട്, ഞാൻ രാജ്യത്തിലുള്ള ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കപ്പെടണം. അതുകൊണ്ട് കുടുംബത്തെ പോലും തള്ളിക്കളയാനായിട്ട് തൻ്റെ കുടുംബവും താനും സംശയത്തിന് അതീതമായിരിക്കണം. അതെ, ജനങ്ങൾക്ക് വീണയെ സംശയമുണ്ട്, വീണാ വിജയനെ സംശയമുണ്ട്. പക്ഷേ വീണാ വിജയൻ അനുഭാവികൾ എന്താ പറയുന്നത്? വീണയെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വീണയെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, EDയുടെ വാഹനത്തിന് മുകളിൽ കല്ലെറിയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണയെ നീ നിന്റെ സംശയം തെളിയിച്ചിട്ട് കടന്നു വന്നാൽ മതി എന്ന് പറയുന്നില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ രാമന്റെ രാവണനായ പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ രാമനൊരു ഓപ്പോസിറ്റ് ഉണ്ടാകുന്നേ. രാമനെ എതിർക്കാൻ ശ്രീരാമനെ എതിർക്കാനായിട്ട് ഇപ്പറേ വന്നില്ലേ, രാവണൻ വന്നില്ലേ, പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ വീണാ വിജയൻ ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? രാവണനെ അല്ല, പിണറായി വിജയൻ ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? രാവണന്റെ കാഴ്ചപ്പാട്. ഒരു നല്ല ഭരണം അന്വേഷണം നടത്തി സത്യം തെളിയിക്കാനുള്ള ശ്രമമാണ്. കേവലം ഒരു വഴിപോക്കം പറയുന്നത് കേട്ടോണ്ടാണ് അതുപോലും ശ്രീരാമൻ ഗൗരവത്തിലെടുത്തു. തൻ്റെ ഭാര്യ മറ്റ് രാവണൻ്റെ കസ്റ്റഡിയിൽ ഇത്ര ദിവസം കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം അതുപോലും ഗൗരവത്തിലെടുക്കാനും അതിൻ്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി കാത്തിരിക്കാനും ആർക്ക് പറ്റി? രാമന് സാധിച്ചു. കാരണം നീതിബോധമുള്ള രാമനെ സാധിക്കുള്ളൂ. ആ നീതിബോധമാണ് ഇവിടെ നമ്മൾക്ക് ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ഉദാഹരണമായിട്ട് എടുക്കാം. ഗാന്ധി കൂടെ കൊണ്ടുവന്ന പ്രതിമകളിൽ ഒന്ന് ശ്രീരാമനുണ്ട്. ഏറ്റവും ഹരേ റാം എന്ന് പറയുമ്പോൾ അത് രാമൻ്റെ സത്വത്തെ ഉൾക്കൊണ്ട് വിളിക്കുക. അല്ലാണ്ട് ഹരേ റാം BJP സിന്ദാബാദ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് എന്നല്ല ഗാന്ധി വിളിച്ചത്. ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ രാമഭക്തൻ എന്ന് പറയുന്നത് ഗാന്ധിയായിരുന്നു. ആ ഗാന്ധിയുടെ മാതൃകയാണ് BJP വന്നപ്പോൾ അല്ലെങ്കിൽ BJP അതിനെയാണ് യഥാർത്ഥത്തിൽ അനുകരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് വേറൊരു രീതിയിൽ അനുകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കുറച്ചും കൂടി വികറായിട്ട്, കുറച്ചും കൂടി ടെറർ സ്വഭാവത്തിൽ അതിനെ അനുകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല മാറ്റങ്ങളും ഉള്ളതുകൊണ്ടാണ് അശോക സ്തംഭത്തിലെ പുലികൾ കുറച്ചും കൂടി വികറായിട്ട് പല്ല് കാണിച്ചുകൊണ്ടുള്ള പുലികളൊക്കെ ആയിട്ട് മാറുന്നത്. അതാണ് വ്യത്യാസം. കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. രാമന്റെ അവിടെ ഈ കാഴ്ചപ്പാടിൽ വികർ കാണിക്കുമ്പോഴും കുറെ എക്സ്ട്രീമായിട്ടുള്ള സ്വഭാവം കാണിക്കുമ്പോഴും കമ്മിറ്റ്മെന്റ് അതില്ല.
രാമന്റെ സങ്കല്പത്തോടുള്ള കമ്മിറ്റ്മെന്റ് ഇവർക്ക് അതില്ലെന്നേ. രാമൻ പറഞ്ഞ പോലെ ജീവിക്കണം എന്നുള്ള നിർബന്ധമില്ല. അത് ഇവരുടെ വ്യാഖ്യാനം കൊടുക്കും. അവിടെയാണ് പ്രശ്നം. കാട്ടിൽ താമസിച്ചാണ് രാമൻ തന്നെയായിരുന്നു, ശ്രീരാമൻ തന്നെയായിരുന്നു. ശ്രീരാമനെ ഇവിടെ വലിയ കൊട്ടാരത്തിൽ കൊണ്ട് ഇരുത്തണം നിർബന്ധം ഉണ്ടായിരുന്നു. ജനങ്ങൾ അപ്പോഴും ശ്രീരാമനെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അങ്ങനെ കൊട്ടാരത്തിൽ ഇരുത്തിയ രാമനെ ബഹുമാനിക്കുള്ളൂ, അതേ ഞാൻ പുനഃപ്രതിഷ്ഠ നടത്തുള്ളൂ എന്ന് പറഞ്ഞ് രണ്ട് രാമൻ തമ്മിലൊന്ന് ആലോചിച്ച് വേണം. മോഡിയോ അല്ലെങ്കിൽ ആ ഇപ്പോഴത്തെ പുതിയ പ്രവാചകരോ കൊണ്ട് പ്രതിഷ്ഠിക്കുന്ന രാമൻ സ്വർണ്ണാഭരണ വിഭൂഷണനായി ഭയങ്കര കരുത്തനായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. മറ്റേ രാമനോ കാട്ടിൽ പോയി വനത്തിൽ പോയി അധികാരമെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന രാമനെ സ്വീകരിക്കാൻ ആരുണ്ട്? എല്ലാവരും ഇല്ലേ? ജനങ്ങൾ മുഴുവനുണ്ട്. അയോധ്യയിലെ മുഴുവൻ ജനങ്ങളും ചെന്നു അല്ലേ? രാമൻ പോയപ്പോൾ കരഞ്ഞു, തിരിച്ചു വന്നപ്പോൾ സ്വീകരിക്കാനും ചെന്നു. രാമൻ്റെ ആ പോക്ക് 14 വർഷമാണ് എക്സൈലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് എന്തായിരുന്നു പഠിച്ചത് എന്നുള്ളതാണ് ആ പോക്കിന്റെ പ്രസക്തിയെ. ഇത് മുഴുവൻ വിട്ടിട്ട് പോകുന്നതിന്റെ ഒരു പ്രസക്തി ഉണ്ടല്ലോ. അതാണ് VD സതീശൻ പറഞ്ഞത്, ഞാൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസം ഞാൻ അതിനകത്ത് വേറെ സൈന്യം ഉണ്ടായിരുന്നു. വനവാസത്തിന് പോയി ഞാൻ കൂടുതൽ ശക്തനായി തിരിച്ചു വരുന്നൊരു സൈന്യം കൂടെ അതിനകത്ത് വേണേ ഉണ്ട്. അങ്ങനെയും പറയാം അല്ലേ? ശ്രീരാമന് ചെയ്തതുപോലെ വനവാസത്തിന് പോയി അവിടെ സ്ഥിരം താമസിക്കുന്നില്ല, ഞാൻ ആ സമയം പീരീഡ് കഴിയുമ്പോൾ തിരിച്ചു പോരും എന്ന ഒരു ധ്വനിയും അവിടെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ശ്രീരാമനെ നമുക്ക് ഉപയോഗപ്പെടുത്തില്ല, ശ്രീരാമന്റെ സത്വം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും. ആ പറ്റണമെങ്കിൽ യഥാർത്ഥത്തിൽ പാടാണ്, അത് എല്ലാവർക്കൊന്നും പറ്റില്ല. നമ്മൾ ഗാന്ധിക്ക് പറ്റി, ഗാന്ധിക്ക് പറ്റും, ഗാന്ധി ആവാൻ ആർക്കൊക്കെ പറ്റും. ഗാന്ധി ആവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ പോലും തെറ്റിന്റെ വഴിയിൽ നിന്ന് വ്യക്തിയെ, കുടുംബത്തെ, സമൂഹത്തെ, നഗരത്തെ, രാജ്യത്തെ നേർവഴിക്ക് നയിക്കാൻ തീർച്ചയായിട്ടും ശ്രീരാമൻ സാധിക്കും. എന്തായാലും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം, ദുഷിച്ച കെട്ട ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗാന്ധിയുടെ പ്രസക്തി അല്ലെങ്കിൽ ഗാന്ധിയെ വീണ്ടും നമ്മൾ ഓർമ്മിക്കേണ്ടി വരികയാണ്. ഗാന്ധി പറഞ്ഞ ഏറ്റവും മനോഹരമായിട്ടുള്ള, രാമരാജ്യം ആഗ്രഹിച്ച ഗാന്ധി പറഞ്ഞ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാക്യമുണ്ട്. ആ വാചകം എന്ന് പറയുന്നത്, ഞാനൊരു ഹിന്ദുവാണ്, അതോടൊപ്പം ഞാനൊരു ക്രിസ്ത്യാനി കൂടിയാണ്, ഞാനൊരു മുസൽമാൻ കൂടിയാണ്, ഞാനൊരു ബുദ്ധമതക്കാരനാണ്, ഞാനൊരു ജൂതനാണ്, അങ്ങനെ പോകും. അല്ല, ഗാന്ധിയുടെ കാഴ്ചപ്പാട്, രാമന്റെ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ശ്രീരാമഭക്തൻ, താങ്കൾ പറഞ്ഞ വളരെ ഗൗതം പറഞ്ഞ ശരിയായ ഒരു കാര്യമാണ്. മനസ്സിലാക്കിക്കൊണ്ട് രാമനെ ഭജിക്കാം. ജീവിതത്തിൽ നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട്, ദൈവിക സങ്കല്പമായിട്ട് ശ്രീരാമനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഗാന്ധി തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളുടെ മുഴുവൻ പ്രതീകമായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുമ്പം ഗാന്ധിക്ക് ശക്തി കൊടുത്തത് ആരാ? ഗാന്ധിക്ക് ഇത്രയും വലിയ ഒരായുധവും ഇല്ലാതെ, ഒരു മുണ്ടുസൂചി പോലും ഇല്ലാതെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് പോരാടാൻ, അടിച്ചമർത്തലോട് പോരാടാൻ ശക്തി കൊടുത്തത് ആരാ? വനവാസത്തിന് പോയ ശ്രീരാമനാണ്. അമ്പും വില്ലുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന ശ്രീരാമനേക്കാൾ വനവാസത്തിന് പോയ ശ്രീരാമനാണ്. എനിക്ക് ആ ശക്തിയാണ് ഗാന്ധിയെ മുമ്പോട്ട് നയിച്ചത്. ആ ശക്തി ഡിറൈവ് ചെയ്ത് ആവാഹിച്ചെടുത്തത് ശ്രീരാമസങ്കല്പത്തിൽ. പക്ഷെ ഇന്നത്തെ ഉള്ളവർക്ക് ശ്രീരാമസങ്കല്പം പ്രതിമ വിൽക്കാൻ തൂക്കിയിട്ടിരിക്കുന്ന കച്ചവട ഉത്സവപ്പറമ്പിൽ ചെന്ന ശ്രീരാമനെ, ശ്രീകൃഷ്ണൻ്റെ ഒക്കെ പ്രതിമകൾ കാണും. അത് അത്തരം പ്രതിമകളുടെ രൂപത്തിൽ ദൈവത്തെ കാണാൻ ഇവർ ശ്രമിക്കുന്നതിലാണ് തകരം. എന്തായാലും ഗാന്ധിയുടെ മഹത്വം ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അതോടൊപ്പം തന്നെ അമിത്ഷാ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് 500 നോട്ടിൽ, അതായത് അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങളുടെ പല പദ്ധതികളും, ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ ആയിക്കോട്ടെ, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ, ഇതൊക്കെ ഗാന്ധിയുടെ സങ്കല്പത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗാന്ധി ആഗ്രഹിച്ച കുറേ കാര്യങ്ങളിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് അവർ നിരന്തരം പറയാറുണ്ട്. അതോടൊപ്പം തന്നെ അമിത്ഷാ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ നൂറ്റാണ്ട് കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള ആളാണ്. ഏറ്റവും മഹാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിയാണ് എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും ഉപയോഗിക്കാൻ BJPക്ക് പറ്റിയിട്ടുണ്ടോ? അതായത് പല പദ്ധതികൾ, പ്രൊജക്റ്റുകൾ, പോളിസികളിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. BJPയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ വളർച്ചയ്ക്ക്, ഇന്നത്തെ BJPയുടെ ഇന്നത്തെ കാഴ്ചപ്പാടിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടസ്സം BJP വെല്ലുവിളിക്കാൻ പറ്റുന്ന രാഹുൽ ഗാന്ധിക്കല്ല, മഹാത്മാഗാന്ധി. രാഹുൽ ഗാന്ധിക്കല്ല, മഹാത്മാഗാന്ധിക്ക്. മഹാത്മാഗാന്ധി, രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി ആവുന്നുണ്ടോ? ആകാൻ ശ്രമിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി ആവുന്നുണ്ടോ? അതാ പറഞ്ഞ്, എന്ന് ഗാന്ധിയൻ കൺസെപ്റ്റിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു വരാൻ പറ്റുന്നു, അന്ന് രാഷ്ട്രീയ ചരിത്രം മാറും.
പക്ഷെ അങ്ങനെ വരാനുള്ള യാതൊരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു നിർത്തുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ്റെ രാമായണത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ്? ശ്രീരാമൻ്റെ രാമായണത്തിൻ്റെ രാഷ്ട്രീയ പ്രവൃത്തി, ഒന്നാമത്തെ കാര്യം ശ്രീരാമൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ പൂർണ്ണമായി ദൈവീകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു ശ്രീരാമനല്ല നമ്മൾ കാണുന്നു അറിയുന്നു. നമുക്കുണ്ടാകുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ, കുടുംബ വഴക്ക് പ്രശ്നങ്ങൾ, ചേട്ടാനിയന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ, അല്ലെങ്കിൽ ചേട്ടത്തിമാർ തമ്മിലുള്ള തർക്കങ്ങൾ, കാട്ടിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ, ഇപ്പോൾ ഇങ്ങനത്തെ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാത്തരം പ്രശ്നങ്ങളും കടന്നു വന്നതാണ് ശ്രീരാമൻ. അതുപോലെ അധികാരം എങ്ങനെ ഉപയോഗിക്കണം, നല്ല രീതിയിലും ചീത്ത രീതിയിൽ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്നു ശ്രീരാമൻ. നല്ല രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് നമ്മളെ പഠിപ്പിച്ച ശ്രീരാമൻ, അതാണ് ശ്രീരാമൻ. പിന്നെ രാമായണത്തിൻ്റെ മഹത്വം അത് ഇവിടെ നിൽക്കുന്നില്ല. രാമായണവും ശ്രീരാമനും വളരെ ചെറുതായിരുന്നെങ്കിൽ, അല്ലെ ഒന്നും അല്ലായിരുന്നെങ്കിൽ ഇന്തോനേഷ്യ രാമായണം കാണിയില്ല, മലേഷ്യ കാണിയില്ല. അവിടെയൊക്കെ ഇതെങ്ങനെ എത്തി? അന്ന് വണ്ടിയും വെള്ളവും ടിവിയും ചാനലും ഒന്നുമില്ല, അഭിമുഖത്തിനൊന്നും ഇല്ലേ. ഇന്ന് നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്ന പോലെ ചർച്ച ചെയ്യാൻ പോലും ആളില്ല. എന്നിട്ടും രാമായണവും ശ്രീരാമനും ഇന്തോനേഷ്യയിലും അതുപോലുള്ള രാജ്യങ്ങളിൽ എത്തിയെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആന്തരിക സത്തയാണ് അതിൻ്റെ ബലം. എന്തായാലും വളരെ പ്രസക്തിയായിട്ടുള്ള കാര്യമാണ് സാർ പറഞ്ഞത്. പിന്നെ കർക്കിടകം 1 ആരംഭിക്കുകയാണ് രാമായണ മാസം. വീടുകളിലൊക്കെ രാമായണം ആളുകൾ പാരായണം നടത്തുന്നുണ്ട്. അപ്പം സാറ് പറഞ്ഞതിനപ്പുറം ഏറ്റവും പ്രസക്തിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാമൻ പ്രാധാന്യം നൽകിയത് രാജ്യത്തിനാണ്, കുടുംബത്തിനല്ല. അത് KSUക്കാരൊക്കെ തിരിച്ചറിയുക അത്യാവശ്യം.